CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 11 ദിവസത്തെ കാത്തിരിപ്പിന് വിരാമം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേൽക്കും. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ AICC നേതൃത്വം ദില്ലിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന വ്യാപകമായി ആഹ്ലാദ പ്രകടനങ്ങൾ. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. മേഖലയിലെ ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. കേബിൾ TV, ഇന്റർനെറ്റ് സംവിധാനം താറുമാറായി. കടപ്പുറം തൊട്ടാപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങിയതിനെ തുടർന്ന് തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി മരിച്ചു. തൊട്ടാപ്പ് ആലുങ്ങൽ ഇല്യാസ് മകൻ 14 വയസ്സുള്ള ഇജാസാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. മറ്റു 2 കൂട്ടുകാരുമായി കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ആഹ്ലാദം പങ്കുവച്ചു. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വെള്ളറക്കാട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടിത്തെറിച്ച് ആൽമരത്തിന് തീപിടിച്ചു. വെള്ളറക്കാട് സെന്ററിൽ പാതി മുറിച്ചു മാറ്റി നിൽക്കുന്ന ആൽമരത്തിനാണ് തീപിടിച്ചത്. കുന്നംകുളത്തുനിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൊഴിയൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ഗുരുവായൂർ കുണ്ടകടവ് റോഡിൽ തൊഴിയൂർ സുനേന നഗറിന് സമീപം ബുധനാഴ്ച പുലർച്ചെ 12:25 അപകടം. പിള്ളക്കാട് നാലകത്ത് റഫീഖിന്റെ മകൻ റിഹാൻ, താഴിശ്ശേരി ഇടവന വീട്ടിൽ ജയപ്രകാശിന്റെ മകൻ ഗോപികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകണമെന്നും മന്ത്രിസഭയിൽ 33% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുലൈഖ അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടു. വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് കുന്നംകുളം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ പെരുമ്പിലാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അഷ്റഫ് കൂട്ടായ്മ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 17 പൊന്നാനി കർമ്മ ബീച്ചിൽ വെച്ച് നടത്തുന്ന ലഹരിമുക്ത കേരളം മഹാസംഗമത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചാരണ ജാഥയ്ക്ക് പെരുമ്പിലാവ് സെന്ററിൽ സ്വീകരണം നൽകി. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CITU എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർക്കായി പ്രഥമ ശുശ്രൂഷയും അടിയന്തര ജീവൻരക്ഷാമാർഗങ്ങളും എന്ന വിഷയത്തിൽ പരിശീലനം നടത്തി. വേലൂർ പഴയങ്ങാടി ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷം വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപിക ഏർപ്പെടുത്തിയ ഈ വർഷത്തെ യങ് എന്റർപ്രണർ അവാർഡിന് കുന്നംകുളം സ്വദേശിയും ഒക്ടൽ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് MD-യുമായ ക്രിസ് ഹാരിസ് ചെറുവത്തൂർ അർഹനായി. വടക്കേകാട് യുവാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ പോലീസ് കേസെടുത്തു. കൗക്കാനപ്പെട്ടി സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ജോൺസന്റെ മകൻ 28 വയസ്സുള്ള ജിനോയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.